രാവിലെ പതിപോലെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇക്കയായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചിരുന്നു. ഇക്ക അങ്ങ് പിന്നെ വണ്ടി എടുത്ത് പോയി. പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം തൂക്കാനും ചപ്പൊക്കെ നല്ല പോലെ മുറ്റത്തുണ്ടായി. കാരണം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇന്ന് അന്തരീക്ഷം മാറിയിരിക്കുന്നത്, നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ ഒന്ന് ചുറ്റുഭാഗം തൂത്ത് 4 വശം അങ്ങ് തൂത്ത് വരുമ്പോഴേക്ക് നമ്മളൊരു വിധത്തിലാവും. പിന്നെ കുനിഞ്ഞ് തൂക്കണ്ട, ഇതും കൊണ്ട് നിന്നങ്ങ് തൂത്താൽ മതി. ഈ ചൂലുകൊണ്ട് തൂത്താൽ എന്താ പറയുക, പെട്ടെന്ന് പുല്ല് കിളിക്കും. നമ്മളുടെ ഈർക്കിളി ചൂലുകൊണ്ട് തൂക്കുന്നത് പോലെയല്ല. അങ്ങനെ തൂക്കലൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് പലഹാരത്തിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ പോയിട്ടില്ല, അവർക്ക് സ്കൂൾ തുറന്നില്ല. അവർക്ക് 8-ാം തീയതി മുതലാണ് ക്ലാസ് തുറക്കുക. പിന്നെ അവർക്ക് വല്ലതും ഉണ്ടാക്കാം. ഇത് തൂത്ത് കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാൻ. അടുക്കളയ്ക്ക് കയറി നോക്കിയിട്ടില്ല, ചായ ഇട്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് തൂക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. ഹാളിൽ കുറേ രാത്രി കുളി കഴിഞ്ഞാണ്ട് ഹാളിലാണ് എല്ലാം അഴിച്ചിടുക പിള്ളേർ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇത് അവർ ടി വി കാണാൻ സൗകര്യത്തിന് ദീപാങ്കോട്ട് ഇങ്ങോട്ടും ഇങ്ങ് വലിച്ചിടും പിള്ളേർ. പിന്നെ അടുക്കളയിൽ കയറി. അടുക്കളയിൽ കറിക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്നും പറഞ്ഞ്, ചട്ടിപ്പത്തിരി നെയ്പ്പത്തിരി എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ പേര്. അപ്പോൾ അതിനുള്ള കൂട്ടുണ്ടാക്കുകയാണ്. നാളികേരവും ചെറിയ ജീരകവും വെളുത്തുള്ളി 2 അല്ലി കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ പൊടി വാട്ടാൻ വേണ്ടി അതിനകത്താണ് പൊടി വാട്ടുന്നത്. ഞാൻ ഈ എടുത്ത പാത്രത്തിന് 1.5 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വെള്ളം കൂടുതലാണോ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ച്. വേണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ ഒഴിക്കാമല്ലോ. ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാൽ പൊടി വീണ്ടും ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ സാധനം കുറച്ച് വീണ്ടും കൂടി വരും. അത്രയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുത്ത് കരിഞ്ചീരകം ഇട്ട് കൊടുത്ത് 2 ടീസ്പൂണ് റവയും ചേർത്ത്. റവ ചേർക്കുന്നത് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടാനാണ്. അത് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് നമ്മൾ ഈ സേവനായിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഓരോ റോളാക്കി എടുത്ത് ഓരോന്ന്. ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ പിള്ളേരൊന്നും ഇത് കഴിക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ ഭംഗി ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ഒരു ടൈറ്റ് പോലെ മാവിന്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ല. ഇനി കുഴച്ച് വെക്കണോ, അരമണിക്കൂറൊക്കെ വെക്കണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ കാപ്പിടി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോറിന് അരി കുക്കറിനകത്തിട്ട് പിന്നെ 2 ഒഴിച്ചെറി വെക്കാൻ 2 മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. അതും തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ച്. രാവിലെ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കണം. തുണിയുണ്ട് കഴുകിയിട്ടത്, അതൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തരും. ചിലപ്പോൾ ഈ നിൽക്കണ മാതിരിയാവില്ല അന്തരീക്ഷം, പെട്ടെന്ന് അങ്ങ് മാറും. പെട്ടെന്ന് അങ്ങ് മഴ പെയ്യും. നമ്മളെ ഡ്രസ്സ് പോലെയല്ലേ ഈ പിള്ളേരത് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടത്തില്ലല്ലോ. പിന്നെ ചോറുണ്ടായിരുന്നു കുറച്ച്, അതങ്ങ് ആവിയേറ്റാനും വെച്ച്. 2 പാവയ്ക്കെടുത്ത് മെഴുക്കരട്ടാൻ വിചാരിച്ച്. അങ്ങനെ ഉപ്പേരിക്ക് അതുകൊണ്ട് അടുത്തായിരുന്നേക്ക് നല്ല കൊണ്ടുപോയിന് പാവയ്ക്കാണ്. പിന്നെ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്ത് ഇനി അതങ്ങ് മെഴുക്കുരട്ടെ. അവൾമാർക്ക് 1 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി അരി രാവിലത്തേക്കുള്ള അരി കൂടി അങ്ങ് വെള്ളത്തിലിട്ട് വെക്കട്ടെ.
അത് പിന്നെ വൈകിട്ട് അരക്കാമല്ലോ. മീനൊന്നുമില്ല വറുക്കാൻ. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതുണ്ട്. അപ്പോൾ പിന്നെ മീൻ വാങ്ങിച്ചിട്ടില്ലെന്ന്. രണ്ട് മുട്ട പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇനി അവർക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ. അവർക്ക് ട്യൂഷന് പോകണം. 2 മണിയാകുമ്പോൾ ട്യൂഷനുണ്ട്. എന്നിട്ട് വേണം കുളിക്കാനൊക്കെ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക.